ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസിനേക്കാളും അതിലുപരി യുദ്ധ വാർത്തകളാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നത്. പ്രീ മാർക്കറ്റിൽ നമ്മൾ ആ സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ ആയിരുന്നു പണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യുദ്ധ ന്യൂസുകളാണ്. കാരണം യുദ്ധം കാരണം മാർക്കറ്റിന് വലിയ തോതിൽ ക്ഷീണം ഉണ്ടാകുന്നുണ്ട്. 21 ദിവസം പിന്നിടുകയാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധം. ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ട്രംപ് പറഞ്ഞിരുന്നത് 21 ദിവസമൊക്കെ ഇത് 3 ആഴ്ചയൊക്കെ നീണ്ടു പോയേക്കാമെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ആ ഒരു സമയത്ത് അത് പറയുമ്പോഴും 3 ആഴ്ച വരെയൊന്നും അത് നീളാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് തന്നെയാണ് ട്രംപ് വിശ്വസിച്ച് ഇരുന്നത്. എന്നാൽ അത് നീണ്ടു. യുദ്ധം 3 ആഴ്ച പിന്നിട്ടു. ഇപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ഇസ്രായേലിനും US-നും പറ്റുന്നില്ല. സീസ് ഫയർ US പ്രഖ്യാപിച്ചാൽ പോലും ഇറാൻ യുദ്ധമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിനാരിയാണുള്ളത്. 24 മണിക്കൂർ വളരെയധികം നിർണായകമാണ്. കാരണം ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കാൻ ട്രംപിൻ്റെ അന്ത്യശ്വാസനം ഇറാന് കൊടുത്തു. എന്നാൽ ഇറാൻ ഒട്ടും വകവെക്കുന്നില്ല. ഇറാൻ്റെ ഊർജ്ജ പ്രതിരോധ ഏരിയാസ് ആക്രമിക്കും ഈ ഒരു ഹോർമുസ് കടൽ ഇടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിലെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ ഇറാൻ ആക്രമിച്ചാൽ ഇറാൻ തിരിച്ചാക്രമിക്കുമെന്ന് പറഞ്ഞു. തിരിച്ചാക്രമിക്കും എന്ന് വെറുതെ പറഞ്ഞല്ല, കഴിഞ്ഞ ദിവസം അത് തെളിയിക്കുകയും ചെയ്തു. എങ്ങനെയാണ് തെളിയിച്ചത്? ഡിയോഗോ ഗ്രാസി എന്ന് പറയുന്ന UK-US ആ ഒരു ഏരിയയിൽ UK ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വളരെ എതിർപ്പുണ്ടായിട്ട് പോലും ഈ യുദ്ധത്തിൽ അവരുടെ ഒരു സൈനിക താവളങ്ങളും തുറന്നു കൊടുത്തിരുന്നില്ല. എന്നാൽ അവസാനം തുറന്നു കൊടുത്തത് മാത്രമാണ് ഓർമ്മയുള്ളൂ. 4000 കിലോമീറ്റർ ഇറാനിൽ നിന്ന് ദൂരമുണ്ട് ഈ ഒരു ഡിയോഗോ ഗ്രാസിയിലേക്ക്. അവിടേക്ക് ഈ ഒരു മിസൈൽ ആക്രമണം നടത്താനായിട്ട് ഇറാന് പറ്റിയെന്നുള്ളത് വളരെ ഭീതിയോടെയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഇറാൻ്റെ പക്കൽ പല പല മിസൈലുകളുണ്ട്, പല പല റേഞ്ചുകളുള്ള മിസൈലുകളുണ്ട് എന്ന് നമ്മൾ ആദ്യം അറിയാൻ മാത്രമാണ് പറ്റിയിരുന്നത്. പക്ഷേ അത് ഓൾറെഡി പ്രൂവൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കുറച്ചും കൂടിയും യുദ്ധം അതിൻ്റെ ഒരു പീക്ക് അവസ്ഥയിലേക്ക് എത്തി. എന്നാൽ പിന്നെ ഗോൾഡ് റാലി ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഗോൾഡ് ഇടിവാണ്. ക്രൂഡ് പ്രൈസ് സ്പൈക്ക് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല, ക്രൂഡ് പ്രൈസും ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നില്ല. പക്ഷേ മാർക്കറ്റിൽ ഫിയർ വീരതമായ രീതിയിലുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന എല്ലാ ഏഷ്യൻ മാർക്കറ്റും ഇടിവിലാണ്. നിഫ്റ്റിയെല്ലാം തന്നെ ഏകദേശം ഒരു 400 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ ഫ്യൂച്ചറും നെഗറ്റീവാണ്. വളരെ വലിയ ഒരു സെല്ലിംഗ് പ്രഷറിലാണ് ഇപ്പോൾ തിങ്കളാഴ്ച ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതുമാത്രമല്ല, വ്യാഴാഴ്ച ദിവസം നമുക്ക് മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യാഴാഴ്ച ദിവസം സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. അപ്പോൾ സെൻസെക്സിൻ്റെ എക്സ്പയറി ബുധനാഴ്ചയിലേക്ക് മാറും. അപ്പോൾ അതിൻ്റെയും കൂടി വോളറ്റിലിറ്റി നമുക്കുണ്ടാകും. ഇതിനിടെ US-ൽ നിന്ന് ഒരു LPG സിലിണ്ടറൊക്കെ ആയിട്ട് വലിയ ഒരു ഷിപ്പ് നമുക്ക് ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ന് ഒരുപാട് സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. കാരണം യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകാണ്. നമുക്കിവിടെ നമ്മുടെ കാര്യങ്ങൾ പ്രശ്നത്തിലാവരുത്. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്. എന്നാൽ ഗ്ലോബലി വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഇന്ന് തിങ്കളാഴ്ച ദിവസം നമ്മളെ കാത്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ കാണാം, ഏറ്റവും ടോപ്പിൽ ഗോൾഡ് കാണാം, വലിയൊരു ഫോളുണ്ടായി 4439. സിൽവറും ഇടിഞ്ഞു 67, ബിറ്റ്കോയിനും ഇടിഞ്ഞു 68. ബ്രന്റ് ഓയിൽ കാണാം 107, വലിയ സ്പൈക്ക് ഉണ്ടായിട്ടില്ല. നാച്ചുറൽ ഗ്യാസ് 3, നിഫ്റ്റി 22,792. നമ്മുടെ ക്ലോസിങ് 23,140, വലിയ ഗ്യാപ്പ് ഡൗൺ. ഡോ ഫ്യൂച്ചർ വലിയ നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് നിക്കിയൊക്കെ 4%, കോസ്പി കൊറിയൊക്കെ 5%, ഇവിടെ രേഖപ്പെടുത്തിയത്. ഏറ്റവും താഴേക്ക് പോകണമെങ്കിൽ UX വിക്സ് സ്പൈക്ക് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റും US മാർക്കറ്റും ഇടിവിലാണ്. മൊത്തത്തിൽ ഒരു പ്രശ്നത്തിലാണ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ 24 മണിക്കൂർ നിർണായകമാണ്. കാരണം ഈ US-ൻ്റെ യുദ്ധക്കപ്പലുകളെല്ലാം തന്നെ ഇറാൻ തീരത്തേക്ക് കടക്കുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ച് ഈ ഒരു യുദ്ധം പിന്നോട്ട് പോകാനുള്ള സാധ്യതകളില്ല. അതിനൊരു റസലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ കഴിഞ്ഞ ദിവസം ഒരു 5 ഡ്രോൺ മൊത്തത്തിൽ ആക്രമണം നടത്തി. 4 ഇൻ്റർസെപ്റ്റ് ചെയ്തു, 1 പ്ലാന്റിൽ വീണു. $20 ബില്യൺ നാശനഷ്ടം. ഈ ഒരു പ്ലാന്റ് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രവർത്തനത്തിലേക്ക് എത്താൻ 5 വർഷം എടുക്കും. അപ്പോൾ റസലഫാൻ നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ LPG ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് ഖത്തറിൽ. ലോകത്തിലെ തന്നെ 5-1 പ്രൊഡക്ഷൻ റസൽഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ നിന്നാണ് നടത്തുന്നത്. അബുദാബിയിലെ ഹബ്ഷാനും അവിടെ പ്രൊഡക്ഷൻ കുറച്ചിട്ടുണ്ട്. ആക്രമണം ഉണ്ടായിട്ടില്ല. കാരണം പക്ഷേ ആ ഒരു പ്രതിരോധ നടപടി എന്ന നിലയിൽ ലോകത്തിലെ എല്ലാ ഗ്യാസ് പ്ലാന്റുകളിലും LPG ക്രൂഡ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിലെല്ലാം തന്നെ ഉൽപ്പാദനം കുറച്ചിട്ടുണ്ട്.
അപ്പോൾ അതാണ് ന്യൂസ്. അത് ക്രൂഡ് പ്രൈസ് വർദ്ധിക്കാൻ ഇനിയും 120 പോകുമോ എന്നുള്ള ഒരു ഭീതിയിലാണ്. ഇതിനിടയിൽ നനഞ്ഞ വെള്ളത്തിൽ മീൻ പിടിക്കാമെന്ന് കരുതി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളും ഗോൾഡും ഇടിവാണ്. അപ്പോൾ എനിവേ കാത്തിരുന്ന് കാണാം. വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു.